പാലക്കാട് കിഴക്കഞ്ചേരി പനംകുറ്റിയിൽ വീണ്ടും പുലിയെ കണ്ടതായി നാട്ടുകാർ. പുലിയുടെ മുന്നിൽ അകപ്പെട്ട പനംകുറ്റി സ്വദേശി ഡിബി അത്ഭുതകരമായി രക്ഷപ്പെട്ടു. ആദ്യം ഒരു പ്രതികരണത്തിലേക്ക്. വർക്ക് കഴിഞ്ഞ് വരുന്ന നേരത്ത് ഏകദേശം ഒരു 6:15 എന്താ അവിടെ മരം നിൽക്കണതിൻ്റെ അവിടെ ആ ഡിസ്റ്റൻസിൽ പുലി നടന്നു വരുമായിരുന്നു. ഞാൻ ഫോൺ കോളിലായതുകൊണ്ട് അങ്ങനെ പെട്ടെന്ന് ആദ്യം നോക്കിയൊന്നുമില്ല, തല താത്തി നടന്നുകൊണ്ടൊന്നും കണ്ടില്ല. ഞാൻ പിന്നെ ഇവിടെ നിന്ന് കയറി എന്താ നടക്കുന്ന സൗണ്ട് കേട്ടപ്പോഴാണ് ആദ്യം നോക്കിയത് കണ്ടത്. ഞാൻ കണ്ട വഴി ഒന്നും നോക്കിയില്ല, ചെരുപ്പ് ഒരു ഓടുമായിരുന്നു ചെയ്തത്. അപ്പോൾ ഇവിടെ നിന്ന് 2 സ്കൂട്ടിക്കാരും വന്നിട്ടുണ്ടായി, അവരും കണ്ടതാണ്. പിന്നെ നിഖിൽ പ്രമേഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി പാലക്കാട്ട് നിന്ന്. നിഖിൽ, നാട്ടുകാർക്ക് സ്വാഭാവികമായും ആശങ്കയുണ്ടാകും. എന്താണ് വനംവകുപ്പ് സ്വീകരിക്കുന്ന നിലപാട് നിഖിൽ? ശ്രീജിത്ത്, മേരിഗിരി പനംകുറ്റി മലയോര ഹൈവേ പാതയിലാണ് ഇപ്പോൾ ഈ പുലിയെ കാണുന്ന സാഹചര്യമുണ്ടായത്. ഇത് നേരത്തെ തന്നെ നാട്ടുകാരിൽ ചിലർ ഇത്തരത്തിലുള്ള സംശയങ്ങൾ ഉന്നയിച്ചിരുന്നെങ്കിലും വനംവകുപ്പ് അത് പുലി ആയിരിക്കില്ല എന്നുള്ള വാദം നിരത്തിക്കൊണ്ട് അതിനെ പ്രതിരോധിക്കുകയായിരുന്നു. എന്നാൽ കഴിഞ്ഞ ദിവസം ഒരു യുവാവ് കൺമുന്നിൽ ഇതിനെ കാണുകയും അത്ഭുതകരമായി രക്ഷപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ഇന്നലെ വൈകിട്ട് 6:30 കൂടിയിട്ടാണ് പനംകുറ്റി സ്വദേശിയായിട്ടുള്ള ഡിബി എന്ന യുവാവ് പുലിക്ക് മുന്നിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. മേരിഗിരിയിലെ റബ്ബർ ബാൻഡ് കമ്പനിയിൽ ജോലി കഴിഞ്ഞ് പനംകുറ്റിയിലേക്ക് നടന്നു വരുമ്പോഴായിരുന്നു ഡിബിൻ്റെ മുന്നിലൂടെ പുലി കടന്നു പോകുന്ന സാഹചര്യം ഉണ്ടായത്. ഒരു ശബ്ദം കേട്ട് ഡിബിൻ തിരിഞ്ഞു നോക്കുമ്പോഴാണ് പുലിയെ കണ്ടത്. ഉടനെ തന്നെ ഈ ഡിബിനും ഓടി രക്ഷപ്പെട്ടു, പുലിയും കാട്ടിലേക്ക് മറയുന്ന സാഹചര്യം ഉണ്ടായി. വ്യാഴാഴ്ചയും ഈ മേഖലയിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ സംശയം ഉന്നയിക്കുകയും വനവകുപ്പിനെ വിവരം അറിയിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇത് ഈ റോഡിൻ്റെ ഇരുഭാഗങ്ങളിലും വനത്തിന് സമാനമായ മേഖലയാണ്. അതുകൊണ്ട് തന്നെയാണ് കൂടുതലായി ഇവിടെ വന്യമൃഗങ്ങളെ അടക്കം കാണപ്പെടുന്ന സാഹചര്യം ഉണ്ടാകുന്നതും. നേരത്തെ തുടർച്ചയായി ഈ കാട്ടാനകൾ എത്തിച്ചേരാറുള്ളൊരു മേഖലയാണ് ഇത്. എന്നാൽ പുലിയുടെ സാന്നിധ്യം ഇത് ആദ്യമായിട്ടാണ് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ആളുകൾ ഭീതിയിലുമാണ്. രാത്രിയൊക്കെ കടന്നു പോകുമ്പോൾ വലിയ ഭീതിയുണ്ട് എന്നുള്ളതാണ് പ്രദേശവാസികൾ പറയുന്ന കാര്യം. ശരി, നിഖിൽ പ്രമേഷ് പാലക്കാട് എന്ന വിവരങ്ങൾ പങ്കുവെക്കുകയായിരുന്നു.